മൂത്തവൻ രാധാകൃഷ്ണനും ഇളയവൻ ശ്രീകരനും ഇടയിൽ ഉണ്ടായ മകനെ കുറിച്ച് അവർക്ക് രണ്ടുപേർക്കും എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നാ? ഇന്നലെയോ മിനിങ്ങാന്നോ എങ്ങാനും നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. 25 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഉടനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ആ മകനെ അവർക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നാ? നമുക്ക് ഈ സ്റ്റോറി എന്തോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. എന്താ നിന്റെ ജീവിതം ഇങ്ങനെയായി പോകുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ശരി ചേച്ചി, ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ കേട്ടു. ഞാനെല്ലാം കേട്ടു. വേദവതി അമ്മയ്ക്ക് മറ്റൊരു മകൻ കൂടിയുണ്ടല്ലേ? ഇതിപ്പോ സിനിമയിലൊക്കെ കാണുന്ന ട്വിസ്റ്റ് പോലെ ആയല്ലോ. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം തോന്നുവാ സുജി. എന്ത് കാര്യം? എന്നെയും ചെറുപ്പത്തിൽ കാണാതെ പോയതായിരുന്നു. എന്റെ അച്ഛനും അമ്മയും ആരായിരുന്നെന്ന് ഇത്രയും കാലമായിട്ട് എനിക്ക് പോലും അറിയില്ല, എന്റെ ബന്ധുക്കൾക്കും അറിയില്ല. ഇനി അഥവാ വേദവതിയുടെ രണ്ടാമത്തെ മകൻ ഞാനാണെങ്കിലോ? ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല സുജാത, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അവരുടെ ആ മകൻ ചിലപ്പോ ഞാനായിരിക്കും. എന്നെ ഒരുപാട് തവണ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് ആ ബന്ധമാണെങ്കിലോ? അവനി, നിന്റെ ഫോണില് വേദവതിയമ്മയുടെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട്. നീ അതൊന്ന് എടുത്തു കാണിച്ചേ. എന്തിനാ? ഞാൻ പറയാം, നീ കാണിക്കേ. നോക്ക്, നന്നായിട്ട് നോക്ക്. ഞങ്ങളെ കാണാൻ ഒരുപോലെ തന്നെ ഇല്ലേ? എന്നെ കൊണ്ടുപോയി ഞാൻ ആ മകനെന്നങ്ങ് പറഞ്ഞേക്ക്. വെറുതെ വട്ട് പറയല്ലേ അളിയ. അതല്ല അവനി, ഞാനാണ് അവിടുത്തെ മകനെന്ന് തെളിയിച്ച നിന്റെ ചേച്ചിയെയും സൗമ്യയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. നിങ്ങൾക്കും മരുമക്കളെ പോലെ ആ വീട്ടിൽ കഴിയുകയും ചെയ്യാം. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് നല്ലൊരു ഫാമിലിയും കൊണ്ടാക്കാം. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലേ. നിങ്ങൾ എന്താ ആ വീട്ടിലെ മകനാണെന്നോ? അതല്ല സുജി, ഈയിടെയായിട്ട് നേരം വെളുക്കുമ്പോ ഞാൻ ഒരു വെളുത്ത കുതിരയുടെ പുറത്ത് വേദവതിയുടെ വീട്ടിലേക്ക് പോകുന്നത് സ്വപ്നം കാണാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആ വീട്ടിലെ രാജകുമാരനാണല്ലേ? ഇനി ഇത് തന്നെ സംസാരിച്ചല്ലേ നിങ്ങളെ ഞാൻ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടാക്കും. നീ പോവാൻ നോക്കാവനി. ഞാനാണ് വേദവതിയുടെ മകനെന്ന് സുപ്രീം കോടതി പോയിട്ടാലും ഞാൻ തെളിയിച്ചിരിക്കും. വേദവതി അമ്മയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആള് ജനിക്കില്ല. നിങ്ങൾക്കുള്ള ദുഷിച്ച ശീലങ്ങളും ഈ കുടിയും കറക്കവും ഒന്നും അയാൾക്കുണ്ടാവില്ല. ശരി, ഞാനല്ലെന്ന് കരുതാം. മകൻ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിക്കാം. അവൻ നല്ലവനാണെന്നും സകല ഗുണമുള്ള രാമനാണെന്നും എന്താ ഗ്യാരണ്ടി? എന്നെക്കാ വലിയ നാറി ആയിക്കോടെ. വെറുതെ തോന്നിവാസം വിളിച്ചു പറയലേ അളിയ. സുജെ നീ ഒന്ന് ആലോചിക്കടി. കാണാതെ പോയതേ രണ്ടാമത്തെ മകനെ. അവനിപ്പോ 26 വയസ്സേ ഉണ്ടാവും. നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. എന്നെ പോലെ ആരുമില്ലാതെ വളർന്ന ഒരുത്തനാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ തല്ലിപ്പൊളിയായിരിക്കും. വെള്ളിയാ? ഒരു 10,000 ഒക്കെ കിട്ടുമായിരിക്കും. വെള്ളിയുടെ വില ഇപ്പൊ കൂടിയതുകൊണ്ട് ചിലപ്പോ അതിൽ കൂടുതൽ കിട്ടുമായിരിക്കും. നേരത്തെ ഞങ്ങൾ ഇവിടെ ഒരു വെള്ളിക്കിണ്ണം വെച്ചിരുന്നു. നിങ്ങൾ എങ്ങാനും കണ്ടിരുന്നോ? അറിയില്ല ചേച്ചി, കണ്ടില്ല. ഇതെവിടുന്നാടാ? അത് പിന്നെ ഇവിടെ. നിങ്ങളോ? അടിച്ചതാ? ആരുടെ അടുത്തുനിന്ന്? അതാ അവരുടെ അടുത്ത് നിന്ന്.
നാണമില്ലടാ നിനക്ക് ഇങ്ങനെ മോഷ്ടിക്കാൻ. ഹലോ സൂരി, കട്ടെടുത്താണെന്നൊന്നും പറയല്ലേ. ഇതിനെ മോഷണകല എന്ന് പറയും. അതങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കലയല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവര് ഇപ്പൊ ഇതാ അവിടെ അന്വേഷിച്ചോണ്ട് അയ്യോ, മിക്കവാറും നല്ല ദമ്പടി തടയും. പൂജയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും അമ്പലത്തിൽ നിന്ന് കട്ടെടുക്കാൻ പാടില്ല. എവിടുന്നാണോ കിട്ടിയത് അവിടെ കൊണ്ടുവയ്ക്കപ്പോ. ഏയ്, നിങ്ങളോട് ചെലവിന് പൈസ ചോദിച്ചാൽ തരില്ല. ആ ദൈവത്തിനോട് ചോദിച്ചാ അയാൾക്ക് എന്നെ പോലുള്ളവരെ കണ്ടാ പിടിക്കില്ല. അങ്ങനെയുള്ളപ്പോ എന്റെ ടാലന്റ് വെച്ച് വേണ്ടേ ഞാൻ ജീവിക്കാൻ. വേണ്ടെന്ന് പറഞ്ഞ അത് കേക്കടാ. ഏയ്, വല്ലാതെ സംസാരിക്കല്ലേ. ഞാൻ അവരെ വിളിക്കട്ടെ. ഏയ്, കൊച്ചുമോന്റെ കൈകൊണ്ട് അമ്മൂമ്മ മരിച്ചു. നാളെ പത്രത്തിൽ ഒരു വാർത്ത വരണമെങ്കിൽ പോയി പറഞ്ഞു ചെല്ലു. പോയി പറഞ്ഞോ. ശരി ശരി, നീ എന്തായാലും പറഞ്ഞ കേക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്കാം. ഓട്ടോ എടുക്കടാ. ഹലോ, ഓട്ടം വരുന്നില്ല. ഇത് വിറ്റിട്ട് നന്നായിട്ടൊന്ന് ആഘോഷിച്ചിട്ട് വരാം. അതാ പ്ലാൻ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഓട്ടോ വിളിച്ചോ. എടാ എന്നെയും കൂടെ കൊണ്ടുപോടാ, ഞാനും വരാം. പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എങ്ങനെങ്കിലും വീട്ടിൽ ചെല്ല്, വെറുതെ ശല്യം ചെയ്യാനായിട്ട്. ഈ പ്രായം ചെന്ന ആൾക്കാരെ അറബിക്കടലിൽ കൊണ്ടുചെന്ന് മുക്കാൻ എന്തെങ്കിലും നിയമം വന്നാൽ നന്നായിരുന്നു. എന്നാ ശരി. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ കിട്ടു. എടാ ഒന്ന് നിക്കടാ. അച്ഛനും അമ്മയും ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ മകൻ അവരുടെ വസ്തു മോഷ്ടിച്ചിരിക്കുന്നു. എന്റെ ഈശ്വര, എന്തിനീ പരീക്ഷണങ്ങളൊക്കെ. ഇതെന്താ ഏട്ടാ, പ്രാർത്ഥിച്ചു വന്നപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചത് എന്താ? നഷ്ടപ്പെട്ട വസ്തു പൂജാമുറിയുമായി ബന്ധപ്പെട്ട സാധനമല്ലായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഇത്രയധികം വിഷമം തോന്നുമായിരുന്നില്ല. നഷ്ടപ്പെട്ടത് സ്വർണമോ പണമോ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയധികം വിഷമം തോന്നുമായിരുന്നില്ലെന്ന്. അതെനിക്ക് ചേട്ടന്റെ അമ്മ സ്നേഹത്തോടെ നൽകിയ വെള്ളി പൂപ്പാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ അത്രയും വിശിഷ്ടമായി കണ്ട്, ഒരുപാട് വിലപ്പെട്ടതായി കണ്ട് നിന്റെ സമക്ഷത്തിൽ സമർപ്പിച്ച് പൂജകൾക്ക് അത് ഉപയോഗിക്കുന്നത്. ഇത്ര കാലത്തിനുള്ളിൽ അമ്പലത്തിൽ വെച്ച് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ന് ആ വെള്ളി പാത്രം നഷ്ടപ്പെട്ടത് എനിക്ക് എന്തോ അപശകുനമായിട്ടാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും നീ എന്റെ കൈകളിലേക്ക് തിരിച്ചു തരണേ അമ്മേ. നിങ്ങളിത് ഒരുപാട് ശ്രദ്ധിക്കുന്നതാണല്ലോ അമ്മേ. എന്നിട്ട് ഇത് എങ്ങനെയാ സംഭവിച്ചേ? ഈ ഇടയായിട്ട് അമ്പലത്തിലെ കള്ളന്മാരുടെ ശല്യം കൂടിയിട്ടുണ്ട്. അത് ശരിയാ. ദൈവത്തിന്റെ വിഗ്രഹം വരെ പഠിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന കാലമാ. എന്ത് ചെയ്യാനാ, കലിയുഗം. ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ല. വിഷമിക്കല്ലേ അമ്മേ, മറ്റൊരു പാത്രം വാങ്ങിയ പോരെ? അമ്മമ്മ വിചാരിച്ച അതേപോലത്തെ 1000 എണ്ണം വാങ്ങാൻ പറ്റും. പക്ഷേ അമ്മമ്മയ്ക്കിപ്പോ വേണ്ടത് ഇന്ന് നഷ്ടപ്പെട്ട ആ പാത്രമാണല്ലോ. വേദ, ഞാനൊരു പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് അമ്പലത്തിലുള്ള CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാം. കള്ളനാരാണെന്നറിയാലോ. പോയ സാധനം തിരിച്ചു കിട്ടും. ഇങ്ങനൊരു അപകടം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഒരു സെന്റിമെന്റ്സ് ആയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാ. ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. നീ വെറുതെ ടെൻഷൻ അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ. പൂപ്പാത്രം കാണാനില്ല, പൂക്കൾ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താൽ എങ്ങനെ ശരിയാവും? എക്സ്ക്യൂസ് മീ. അയ്യോ രാമ, എല്ലാവരും എന്തോ വിഷമത്തിലാണല്ലോ. എന്താ കാര്യം എന്നുള്ളത് ഞങ്ങളോട് പറയോ? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അയൽപ്പക്കക്കാരായിരിക്കുമ്പോ സുഖദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിൽ എന്താ ഇത്ര തെറ്റ്? ഈ വീട്ടിലെ സമ്പ്രദായങ്ങളും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യോ എല്ലാത്തിലും വന്നിങ്ങനെ ഇന്റർഫിയർ ചെയ്യരുത്. ആചാരങ്ങളെ കുറിച്ചൊക്കെ ഈ സംസാരിക്കുന്നത് ഇപ്പൊ ആരാ?
സാരി ഉടുക്കാൻ വരെ അറിയാത്ത ആൾക്കാർ ഇപ്പോ സമ്പ്രദായങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നേ. ശ്രീകരേട്ടാ, ദിസ് ഇസ് ടു മച്ച്. അവരോട് വഴക്കെന്തിനാ? അത് വിട്ടേക്ക്. അവർക്കും നമ്മൾക്കും ഇടയില് ഒരു മതിൽ കെട്ടുന്നതായിരിക്കും നല്ലത്, ശരിയല്ലേ? അയ്യോ രാമാ, ഒന്ന് നിക്ക്. നിങ്ങൾ എല്ലാവരും വിഷമിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. പ്രധാനമായും എന്റെ അമ്മ എന്തിനാ വിഷമിക്കുന്നേന്ന് എനിക്കറിയാം. എന്തറിയാം? നിനക്കറിയുമെങ്കില് അതെന്താണെന്ന് പറയും. ഇതല്ലേ കാര്യം. ഇത് നിങ്ങൾക്ക് തരാൻ വീട്ടിലേക്കൊന്ന് കയറിക്കോട്ടെ. ഒരു കാര്യമില്ലാതെ 100 തവണ കേറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേറി വരാൻ എന്താ പ്രശ്നം? അവനെ അവരുടെ ഭാഷയിൽ വരാൻ പറഞ്ഞതാടോ. താൻ വാ. ഇതെന്റേതാ. ഇതെന്റെ വെള്ളിപ്പാത്രം ഏട്ടാ. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചില്ലേ ഏട്ടാ, അതുകൊണ്ട് എനിക്കിത് തിരിച്ചു കിട്ടിയത്. അമ്മ അന്നപൂർണ ദേവി എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്റെ വിഷമം നീ ഇല്ലാതാക്കി. ഒരുപാട് സന്തോഷമായി അമ്മേ. അമ്പലത്തിൽ പോയി ഞങ്ങളുടെ അമ്മയുടെ വെള്ളിപ്പാത്രം അടിച്ചു മാറ്റിയല്ലേ? നിനക്കെന്താ തീരെ ബോധമില്ലേ? നിങ്ങൾക്കുണ്ടോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഇതെവിടുന്നാ നിനക്ക് കിട്ടിയത്? ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോ സംഭവിച്ചത് എന്താണെന്നോ? ഓട്ടോ, ഈ ഓട്ടോ ഇപ്പൊ ഓട്ടം പോകുന്നില്ലെന്ന് അറിയാതെ ഒരുത്തി അവിടെ നിപ്പുണ്ടല്ലോ. ഓട്ടോ. അയ്യോ, ഹലോ, അതെന്റെയാ, ഇങ്ങ് തോന്നേ. നീ എന്താ അങ്ങനെ നോക്കുന്നേ? അതിങ്ങ് തന്നേക്ക്. ഇത് അമ്മയുടെ വെള്ളിപ്പാത്രമാണല്ലോ. ഇത് ഇവന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? ചോദിച്ചിട്ട് തരാത്ത എന്താ? ഇത് നിന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? എന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്നോ? ഇതെന്റെയാ. ഇത് നിന്റേതല്ലെന്ന് എനിക്കറിയാം. ഇതിൽ എഴുതിയ പേര് ആരുടേതാണെന്ന് അറിയോ? അല്ല, ആരാ നീ? നിന്റെ മുഖം ഒന്ന് കാണിച്ചേ. മുഖം കാണിക്കാനൊന്നും കഴിയില്ല. അതെന്റെയാ. തരുന്നുണ്ടോ ഇല്ലയോ? നിന്റെ പെരുമാറ്റം കണ്ടിട്ട് ഒരു കള്ളനെ പോലെ തോന്നുന്നുണ്ട്. നാണാവില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ? ഞാൻ തരില്ല. രാവിലെ ചെലവിന് പൈസ കിട്ടിയെന്ന് കരുതുമ്പോ അല്ല, ശരിക്കും എന്താ നിന്റെ പ്രശ്നം? അതെന്റെയാ. തന്നേ. തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിന്റെ വില എന്താണെന്ന് നിനക്കറിയോ? മാർവാടിയുടെ കൈ കൊണ്ട് കൊടുത്ത അയാള് പറഞ്ഞോളൂ. ഇങ്ങതാ. ഞാൻ തരില്ല. തോരാൻ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ എന്താടി തിന്നുന്നേ? നിനക്ക് ഇത്രയ്ക്ക് ശക്തിയുണ്ടോ? പോലീസ്, പോലീസ്!
നിൽക്കാൻ. അതാ ഉണ്ടായത്. ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്പലത്തിന്റെ അടുത്തേക്ക് പോയി എൻക്വയറി ചെയ്തോളൂ. എനിക്കൊരു എതിർപ്പുമില്ല. താ സൂപ്പർ ആവനി, തനിക്ക് എന്തൊരു ധൈര്യമാടോ. അമ്മയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോ അത്ര ധൈര്യം കാണിക്കില്ലായിരുന്നു. അമ്മയുടെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹസം ഞാൻ ഒരിക്കലും കാണിക്കില്ലായിരുന്നു. ഇതിനൊരു പവിത്രതയുണ്ട്. അല്ലെങ്കിൽ കേവലം ഒരു വസ്തു മാത്രമല്ലെന്ന് കരുതി ഞാനത് വിട്ടുകൊടുത്തേനെ. താൻ എല്ലാത്തിലും ഗ്രേറ്റ് ആവനി. തന്നോട് ശരിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറയണം. എന്തിനേട്ടാ? ഇത് തനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലേ വേദവതി അമ്മയുടെ വിഷമം മാറില്ലായിരുന്നു. അതുകൊണ്ടാ. നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് കിട്ടിയേനെ. പേര് നോക്കി അത് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടു തന്നേനെ. ഒരുപാട് അങ്ങ് പോഴത്തല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. പണ്ടെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പോ എന്നെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞേനെ. ഇപ്പൊ മനസ്സ് സമ്മതിക്കുന്നില്ല. ശരി, സാരമില്ല. നീ ആവിനെ അയൽവീട്ടിലാണെങ്കിലും എനിക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടാ. ഇപ്പൊ അമ്മ അവളെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ സംഭവം എന്തെങ്കിലും ഒരു ദിവസം ആവനിക്ക് ഉപകാരപ്പെട്ടേക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഏട്ടാ, അവനി, താനെന്താ ഈ ആലോചിക്കുന്നേ? അച്ഛനും അമ്മയും നമ്മളെ അകറ്റി നിർത്തിയിട്ട് ഇപ്പൊ ഒരുപാട് ദിവസമായി. അപ്പൊ തൊട്ട് നമ്മളോടുള്ള അവരുടെ ദേഷ്യം ഇരട്ടിക്കുന്നു എന്നല്ലാതെ അത് കുറയുന്നില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അവരോട് അടുത്തില്ലെങ്കിൽ നമ്മൾ വെറും അയൽവക്കമായി മാത്രം മാറും. എന്താ ഇപ്പൊ വേണ്ടേ? അതെനിക്കും അറിയില്ല ഏട്ടാ. ആ കുട്ടി മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. ആ കുഞ്ഞു മണ്ണോട് മണ്ണായിട്ടില്ല. ഈ മണ്ണിൽ അവൻ ജീവനോടെ ഉണ്ട്. നമ്മുടെ കുഞ്ഞി ലോകത്തിലേക്ക് വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഈ ലോകം ഉപേക്ഷിച്ച് തിരിച്ചുപോയി വേദ. സന്തോഷമൊന്നും ബാക്കി വയ്ക്കാതെ കണ്ണീര് മാത്രം ബാക്കി വെച്ച് അവൻ പോയി. വേദ, എന്താ ആലോചിക്കുന്നേ? ഒരു വശത്ത് ഇളയ മകൻ എന്നോട് കാണിച്ച ചതി കാരണം ഉണ്ടായ വിഷമം, മറ്റൊരു വശത്ത് രണ്ടാമത്തെ മകൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയാതെയുള്ളൊരു വിഷമം. ഇതിനു മുൻപ് ഞാൻ സന്തോഷം കൊണ്ട് വർണ്ണശബളമായി ഈ വീട് നോക്കി ഒരുപാട് ആനന്ദിക്കുമായിരുന്നു ഏട്ടാ. പക്ഷെ ഇപ്പോ എന്റെ ചങ്ക പൊട്ടാണ് ഏട്ടാ. ദേവിയുമായി ബന്ധപ്പെട്ട കാര്യത്തില് ആവനി എപ്പ എന്ത് ചെയ്താലും അമ്മയുടെ മനസ്സ് ആവനിയുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ പൂപാത്രം കൊടുത്ത് നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാരും ഒന്നുകൂടി നന്നായി ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. അമ്മേ, അമ്മേ, അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ശരി ചേച്ചി, ഞാൻ മറന്നു പോയതാ. പഞ്ച്. വേദവതി അമ്മേ, വേദവതി അമ്മേ.